ഇന്ന് ഞാനൊരു സാധനം വാങ്ങിയിട്ടോ. കുറേ നാളുകളായിട്ട് ഫ്ലിപ്കാർട്ടിൽ എൻ്റെ കാർട്ടിൽ കിടന്നിരുന്നൊരു സാധനമാണ് കേട്ടോ ഇത്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നി. ഞാൻ ഏതോ ഒരു ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു ലേഡിയുടെ ഇങ്ങനെ കിച്ചണിൽ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. പക്ഷേ ഇതിൻ്റെ റേറ്റ് നോക്കുമ്പോൾ വലിയ വലിയ എമൗണ്ടുകളൊക്കെയാണ്. 1000 സംതിങ് 2000 സംതിങ് അങ്ങനെയൊക്കെ ആയിട്ടാണ് കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കാർട്ടിലിട്ട് നോക്കിയപ്പോൾ എനിക്കൊരു 600 700 സംതിങ് അങ്ങനെ റേഞ്ചിൽ അതിൻ്റെ സ്റ്റാൻഡ് അടക്കം എനിക്ക് കിട്ടി. അപ്പോൾ സാധനം ഇങ്ങനെയൊക്കെ സാധനത്തിനെ പറ്റി നല്ലപോലെ വർണ്ണിക്കുന്നുണ്ടെങ്കിലും സാധനം എന്താണെന്ന് നിങ്ങൾ ഇപ്പോഴും കണ്ടിട്ടില്ല അല്ലേ? അപ്പോൾ കണ്ണൻകുട്ടിയും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? കണ്ണൻകുട്ടി ഇങ്ങനെ നോക്കി കിടക്കുകയാണ്. അപ്പോൾ ക്യാമറ വെച്ചിരിക്കുന്നത് ബെഡിൽ ചാരി വെച്ചേക്കായിരുന്നു കേട്ടോ. നമ്മൾ ഏതോ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ കൊറിയർ അയച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ? കൊറിയർ അല്ല, പോസ്റ്റ് അയച്ചൊരു വീഡിയോ അതെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രൈപ്പോഡ് അടക്കം വീണ് എൻ്റെ ഫോണിൻ്റെ ഗ്ലാസും പൊട്ടി, ട്രൈപ്പോഡും പൊട്ടി. ട്രൈപ്പോഡ് 2-3 എണ്ണമായിട്ട് ഇങ്ങനെ പൊട്ടിയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ട്രൈപ്പോഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വന്നാലേ എനിക്ക് ഇനി ശരിക്കുള്ള വീഡിയോസുകളൊക്കെ എടുത്തു തുടങ്ങാൻ പറ്റും. അപ്പോൾ ഞാനിതിങ്ങനെ ഫോൺ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് എന്താ വീഡിയോ എടുക്കാനും ഒക്കെയുള്ളൊരു മൂഡ് അങ്ങോട്ട് പോയിരുന്നേ, ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോകാമെന്ന് അറിയില്ലേ, അങ്ങനെ ആയിപ്പോയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ട്രൈപ്പോഡ് ഇല്ലാത്ത കാരണം. അല്ലെങ്കിൽ എവിടെ നടക്കുകയാണെങ്കിലും ഞാൻ ഈ ട്രൈപ്പോഡ് കൊണ്ടുവന്ന് വെച്ച് വീഡിയോസുകൾ എടുത്ത് വെക്കും. പിന്നെ എനിക്ക് നേരം പോലെ ഞാൻ അത് എഡിറ്റ് ചെയ്ത് ഇടാനായിട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് സംഭവം. നമ്മളിങ്ങനെ പണ്ട് കൂജിയൊക്കെ വെക്കില്ലേ സ്റ്റാൻഡിൽ, വെള്ളം അങ്ങനെ നിറച്ചിട്ടൊക്കെ കുടിക്കാനൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ഒരു ജാറായിരുന്നു കേട്ടോ അത്. നല്ല ഭംഗിയുണ്ട്, കൂജിനേക്കാളും ഒക്കെ ഭംഗിയുണ്ട്. പണ്ട് വീട്ടിലിതുപോലെ കൂജി ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛനിങ്ങനെ പൈപ്പൊക്കെ ഫിറ്റ് ചെയ്ത കൂജിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ആ വാഷ് ബേസിൻ്റെ മുകളിൽ ഒരു മറ്റേ ജനലയുടെ ഒരു തിണ്ട് പോലെയുണ്ട്. അപ്പോൾ അതുമായിരുന്നു വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാനാണ് കേട്ടോ തട്ടിയിട്ട് പൊട്ടിച്ചിട്ടുള്ള മഹതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വക സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. ഞാൻ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, തട്ടിയിട്ട് എന്തുണ്ടെങ്കിലും അങ്ങനെ ഗ്ലാസ്സൊക്കെ പൊട്ടിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ പേടി കല്യാണിൻ്റെയാണ് കേട്ടോ. കല്യാണിക്ക് അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ട്, പൊട്ടിച്ച് കളയാന്നുള്ളതൊക്കെ. അപ്പോൾ സേഫായിട്ട് അറ്റത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സുഖമുണ്ട് അതിൽ നിന്ന് വെള്ളം എടുക്കാം. അത്ര വലിയ ക്വാളിറ്റി പൈപ്പൊന്നും അല്ല കേട്ടോ. ഒന്നും നല്ലോണം പിടിച്ച് അമക്കി കഴിഞ്ഞാൽ സാധനം ഒടിഞ്ഞ് കയ്യിലൊക്കെ വരും. പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. കണ്ണനും പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും കണ്ണൻകുട്ടിക്ക് ഇഷ്ടമായി. കല്യാണിക്കുട്ടി സ്കൂളിൽ വിട്ട് വന്നപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ കല്യാണം എൻ്റെ അടുത്ത് ചോദിച്ചു, എത്ര നാളായി അമ്മ ഇത് വാങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്നാണ് വാങ്ങണത്. ഞാൻ ഇന്നെങ്കിലും അമ്മയ്ക്ക് അത് വാങ്ങാൻ സാധിച്ചില്ല കല്ലോ, നീ അങ്ങനെ പറയുന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കല്യാണം അടുത്ത് വന്ന് പറയാം, അമ്മയ്ക്ക് അങ്ങനെ എല്ലാം വാങ്ങാൻ സാധിക്കട്ടെ, എനിക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിത്താന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവള്. എന്തായാലും കണ്ണൻകുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ആൾ ചിരിക്കുന്നൊക്കെ ഉണ്ട് ഞാൻ അഭിപ്രായമൊക്കെ ചോദിച്ചപ്പോൾ.